ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം നമ്മൾ ടപ്പിയോക്ക തോരൻ. മനസ്സിലായില്ല? ടപ്പിയോക്ക മീൻസ് മൊത്തത്തിൽ പോയാൽ രാവിലെ. അതായത് നമ്മുടെ കപ്പത്തോരൻ. നമ്മൾ ലോക്കൽ ആൾക്കാരാണ്, നമ്മൾ ലോക്കൽ സംസാരിക്കാം, ഹയർ സ്റ്റാൻഡേർഡിലൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മളിന്ന് കപ്പത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഗ്യാസ് കത്തിച്ചു, അടുപ്പത്തൊരു പാൻ വെച്ചു. അതിനുശേഷം ആ പാൻ നന്നായി ചൂടായപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ ഓരോ ഫുഡും ഉണ്ടാക്കുമ്പം നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി, അതിലേക്ക് ജീരകം, കടുക്, വറ്റൽമുളക് അത്രയിട്ട് നന്നായിട്ട് മൂപ്പിച്ചു. അതായത് നമ്മൾ സാധാരണ കപ്പ വേവിക്കില്ലേ, ഇടുക്കിക്കാർ വേവിക്കുക എന്ന് പറയും, പലരും കാച്ചുക എന്നൊക്കെയാണ് തൃശ്ശൂർ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ കപ്പ വേവിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങളെല്ലാം തന്നെ തോരനും വേണം, പക്ഷേ അത് ഇടുന്ന സ്ട്രക്ചറിൽ കുറേ വ്യത്യാസമുണ്ടതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ടു. ഞാൻ ഫ്ലെയിം എപ്പോഴും കടുക് വറക്കുമ്പോൾ കുറച്ച് വെച്ചിട്ടാണ് വറക്കുന്നത്, കാരണം കരിഞ്ഞു പോയാലോ എന്നൊരു പേടി. അതായത് അതിൽ വേറൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഫ്ലെയിമും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഗതാഗൂവ ഒക്കെ ആയി പോകും. അപ്പോൾ നമ്മളിന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വറ്റൽമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കപ്പ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചായിരുന്നു. എൻ്റെ കൈയൊക്കെ ശരിക്കും മുറിഞ്ഞു കേട്ടോ. ഇവിടെ കയ്യറ, നമ്മൾ വെളിയിൽ പോകുമ്പോൾ കയ്യറ വാങ്ങിക്കാൻ മറന്നു പോകും. എന്തെങ്കിലും അരിയാൻ എടുക്കുമ്പോഴാണല്ലോ അയ്യോ കയ്യറ ഇല്ലല്ലോ എന്നുള്ള ഓർമ്മ വരിക. അല്ലെങ്കിൽ കടയിൽ പോയി നമ്മളൊരു അരമണിക്കൂർ നിന്നാലും സാധനം നമ്മൾ ഓർക്കൂല. അപ്പോൾ കൈ മൊത്തം നന്നായിട്ട് മുറിഞ്ഞു. ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിയുമ്പം കപ്പ പക്ഷെ നല്ല കപ്പയായിരുന്നു കേട്ടോ. എന്തായാലും ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയ കപ്പ നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കപ്പ അതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി. ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ കപ്പ അവിയൽ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ വേവിക്കണ കണ്ടിട്ടുണ്ട്, പുഴുങ്ങുന്ന കണ്ടിട്ടുണ്ട്. തോരൻ വെക്കുന്നത് ഒരുപാട് പേരൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടാണ് കണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ ചക്കയും തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈയിടെ. അപ്പം നമ്മൾ ഈ ചക്ക ഇതൊന്നും നമുക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന വിഷരഹിതമായ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും വിഷം അതിനകത്ത് കുത്തി വയ്ക്കണില്ല എന്നൊന്നും ഞാൻ ബാധിക്കാനൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന കപ്പയ്ക്ക് ഒരിക്കലും വിഷമുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം, കപ്പയുടെ വേവ് അറിയാവുന്നതനുസരിച്ച് വേണം. അത് നമ്മൾ ഒരു തവണ വാങ്ങിച്ച് ഉപയോഗിച്ച് കടയിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് വാങ്ങിക്കുക തോരൻ വയ്ക്കാനായിട്ട്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ കുഴഞ്ഞൊരുമാതിരി നമ്മളെ കപ്പ വേവിക്കുന്ന പരുവമാവും. അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു തവണ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ കപ്പയുടെ വേവ്. അപ്പോൾ അതനുസരിച്ച് വേവുള്ള കപ്പയാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കുക, വേവ് കുറവാണെങ്കിൽ കുറച്ചൊഴിക്കുക. എൻ്റെ ഈ കപ്പ ഇത്തിരി വേവുണ്ട്, എന്നുവെച്ചാൽ ഇനി തിളച്ച ഉടനെ അങ്ങ് വെള്ളം പോയി അങ്ങനെയല്ല, എന്നാൽ പക്ഷേ ഇച്ചിരി വേവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ച കപ്പ കണ്ട് തന്നെ എനിക്കതിൻ്റെ ഐഡിയ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു. അതിലേക്ക് തേങ്ങയും മഞ്ഞളും കൂടെ ചേർത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് തിരുമ്മി വെച്ചതാണേ. നമ്മൾ സാധാരണ കപ്പ അവിക്കുമ്പം ഇതെല്ലാം കൂടെ ചായച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ തോരൻ്റെ ടെക്സ്ചർ കിട്ടത്തില്ല. നന്നായിട്ട് വെന്ത കപ്പയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ തേങ്ങാക്കൂട്ടിടാൻ പോവാം. തേങ്ങ കുറവായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറെ തേങ്ങ ഇട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. അതായത് നമ്മൾ തേങ്ങയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് കപ്പയുടെ സ്വാദ് കൂടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഓൾറെഡി ഇപ്പോൾ എൻ്റെ കപ്പ നന്നായിട്ട് വെന്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടയ്ക്കരുത് കേട്ടോ, അടയ്ക്കാണ്ട് തുറന്ന് വെച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണമെങ്കിൽ ഉപ്പ് നോക്കാം, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.